പാർട്ട് 3 ഓഫ് നെറ്റിപ്പട്ട് മേക്കിംഗ്. നെറ്റിപ്പട്ട് മേക്കിംഗ് കിറ്റ്സ് നമുക്ക് 595 തൊട്ട് അവൈലബിൾ ആണ്. വേണ്ടവരെല്ലാം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. നമ്മുടെ കിറ്റിൽ 3 ക്ലോത്ത്സ് ആണ് വരുന്നുണ്ടാവുക. ഗോൾഡൻ ക്ലോത്ത് ഉണ്ടാവും, ക്യാൻവാസ് ഉണ്ടാവും, റെഡ് വെൽവെറ്റ് ക്ലോത്ത് ഉണ്ടാവും. നമ്മൾ വെക്കുന്ന ഓർഡർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്ന ഗോൾഡൻ ക്ലോത്ത് ആയിരിക്കും. ഇതിലാണ് നമ്മൾ ഗോൾഡൻ ബീഡ്സ് ഒട്ടിക്കുക. കാരണം ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ക്ലോത്ത് അടിയിൽ വരുമ്പോഴത്തേക്കും ആ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി സെക്കൻഡ് ലെയർ വരുന്നത് ഈ ഒരു ക്യാൻവാസ് ആണ്. ഇത് നമ്മളുടെ ആ ഒരു നെറ്റിപ്പട്ടത്തിന്റെ സ്റ്റിഫ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ക്ലോത്ത് ആണ്. ഏറ്റവും ലാസ്റ്റിൽ ബാക്കിംഗ് വരുന്നതാണ് ഈ ഒരു റെഡ് വെൽവെറ്റ് ക്ലോത്ത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്കെച്ച് ഗോൾഡൻ ക്ലോത്തിന് മേലെ നമ്മളൊന്ന് വരച്ചു വെക്കാണ്. ഞാൻ ഈ വെയിറ്റ് ഉള്ള ബോക്സസ് എന്തിനാ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ വൺസ് നമ്മൾ ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കിങ്സ് വരച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ആവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെയിറ്റ് ഉള്ള ബോക്സസ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഈ ഔട്ട്ലൈനിൽ കൂടെ നമ്മൾ അതിന്റെ സ്കെച്ച് പ്രോപ്പർ ആയിട്ടൊന്ന് വരച്ചു കൊടുക്കണം. ഞാനൊരു മാർക്കറാണ് എടുത്തിട്ടില്ല. മാർക്കിങ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ക്ലോത്ത് ഈ സെയിം മാർക്കിംഗ് കൂടി അല്ല കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ചൊരു വിത്ത് നമ്മൾ വിട്ടതിന് ശേഷം നമുക്ക് മടക്കി വെക്കാനും ഒക്കെ കൂടെ ഉള്ളൊരു വിത്ത് നമ്മൾ വിട്ടതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. സോ ഒരു 1.5 ഇഞ്ചസ് ഞാൻ എല്ലായിടവും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാണേ. മാർക്കിംഗ് കൂടെ ഗോൾഡൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്യുന്നില്ല. ഗോൾഡൻ ക്ലോത്ത് ക്യാൻവാസിന്റെ മുകളിൽ വെച്ചിട്ട് അയൺ ചെയ്യാൻ പോവാണ്. നമുക്ക് അത്രയും കൂടെ ഗ്ലൂ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ ക്യാൻവാസ് ഷീറ്റ് ആവുമ്പോൾ 2 സർഫസ് ഉണ്ട്. ഗ്ലേസിനെസ് ഉള്ള ഒരു സർഫസ് ഉണ്ട്, ഈ ഒരു ഭാഗം മാറ്റ് ആണ്. അപ്പോൾ ഈ ഗ്ലേസി ആയിട്ടുള്ള സൈഡാണ് നമ്മൾ വെക്കേണ്ടത്. അതിന് മേലെയാണ് ഗോൾഡൻ ക്ലോത്ത് പ്ലേസ് ചെയ്യേണ്ടത്. അങ്ങനെ പ്ലേസ് ചെയ്തിട്ട് അയൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് സ്റ്റിക്ക് ആയിക്കോളും. ഞാനൊരു വെയിറ്റ് ഉള്ള ഒരു ബോക്സ് ജസ്റ്റ് ഇവിടെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് ഇതിനിടയിൽ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ ഫസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കാം.